നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ട്രെൻഡിങ് ആയിട്ടാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള ബ്രെഡ് പോളയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 7 സ്ലൈസ് ബ്രെഡ് ആ ഒരു സൈഡിലെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 10 രൂപയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോൾ അളന്ന് ചേർക്കുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മധുരത്തിനായിട്ട് പഞ്ചസാര അരക്കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മധുരം എന്ന് പറയുമ്പോൾ പാകത്തിനുള്ള മധുരത്തിലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു എഗ് യോക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരു 6 മുട്ടയുടെ ആ ഒരു വൈറ്റ് പോർഷൻ നമ്മൾ ആ ഒരു ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു മുട്ട മഞ്ഞയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ലപോലെ വാനില എസൻസ് ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഏലക്ക ചേർക്കുകയാണെങ്കിലും കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കൊത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തെടുക്കണേ. മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് വേവിച്ചെടുക്കുന്നത് ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. നെയ്യും നമുക്ക് തടകിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കൊടുത്തൊരു 15 മിനിറ്റ് ടൈം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി 5 മുട്ടയുടെ ആ ഒരു മഞ്ഞ നമ്മൾ കുറച്ച് പഞ്ചസാര ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു വൈറ്റ് ആ ഒരു അതിൻ്റെ ടോപ്പിലേക്ക് ഒരു 15 മിനിറ്റിന് ശേഷമാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും മൂടി വെച്ചൊരു 10 മിനിറ്റ് കൂടി സെയിം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ബ്രെഡ് പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു ടോപ്പിലെ ലെയർ കേട്ടോ. ആ ഒരു നമ്മുടെ എഗ് യോക്ക് അല്ലേ കൂടുതലും എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്